നമുക്കറിയാവുന്ന ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചത് ലഡാക്കിൽ നടന്ന സംഭവമാണ്. അതിൽ പ്രതിയായി വന്നത് വാങ് ചുക്കാണ്. അതായത് അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും ഈ പ്രക്ഷോഭത്തിന് തീവ്രത കൂട്ടുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് വെടിവയ്പുണ്ടായി, കുറച്ചുപേര് മരണപ്പെട്ടു, അങ്ങനെ വലിയ വലിയ പ്രശ്നമുണ്ടായി. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. രാജ്യത്ത് എല്ലാ രാഷ്ട്രത്തിലും ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മിക്കവാറും രാഷ്ട്രങ്ങളിൽ പ്രക്ഷോഭങ്ങൾ വരികയാണ്. ഈ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിമുളയ്ക്കുന്നതല്ല. അതിന് പിന്നിലെല്ലാം ഡീപ് സ്റ്റേറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അദൃശ്യ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ ബംഗ്ലാദേശിലുൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളിലും നമ്മൾ ആ വിപ്ലവങ്ങൾ ശ്രീലങ്കയിൽ കണ്ടു, മുല്ലപ്പൂ വിപ്ലവം കണ്ടു. ഈ വിപ്ലവങ്ങൾ വരുമ്പോൾ ഇതിനെ അടിച്ചമർത്തിയില്ല എങ്കിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രം തന്നെ ശിഥിലമായി പോകും. ഇതിന് തക്കത് നമ്മൾ അവിടെ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രത്തെ നമ്മൾ ശക്തമായി നിലനിർത്തണമെങ്കിൽ ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളെ ചിലപ്പോൾ അടിച്ചമർത്തേണ്ടി വരും. നമുക്കൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ചൈനയിൽ എല്ലാവരെയും വേദനിപ്പിച്ച പ്രശ്നമായിരുന്നു ടിയാനൻ സ്ക്വയർ സംഭവം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ടാങ്കർ കയറ്റി ചതച്ചടച്ച് എല്ലാം ചെയ്തത്. അത് വലിയ ഇതായിരുന്നു, നിരപരാധികളായ വിദ്യാർത്ഥികളെ. പക്ഷേ ആ രാഷ്ട്രത്തെ ചൈനയായി നിലനിർത്താൻ ചിലപ്പോൾ ആ സംഭവം ഉപകരിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഒരു പ്രക്ഷോഭം അവിടെ ഉണ്ടായില്ല. നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ എത്ര പ്രതാപത്തോടെ ഇരുന്ന രാജ്യമാണ്. ആ സോവിയറ്റ് യൂണിയൻ ശിഥിലമായി പോയെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ആ സോവിയറ്റ് യൂണിയന്റെ ഭരണകൂടം പരാജയപ്പെട്ടതാണ്. അതായത് ഭരണകൂടം പരാജയപ്പെടാൻ കാരണം നമുക്കറിയാം ഡീപ് സ്റ്റേറ്റുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ വേരോടെ നുള്ളിയെടുക്കണം. വിദേശകരങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച കണ്ട് അസൂയപ്പെട്ട വിദേശ രാജ്യങ്ങൾ ഈ രാജ്യത്തിന്റെ അസ്ഥിരത സൃഷ്ടിക്കുവാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പലരെയും കരിവാക്കി അവർ മാറ്റും. അങ്ങനെ വരുമ്പോൾ അതിനെ ചിലപ്പോൾ നമ്മൾ അടിച്ചമർത്തേണ്ടി തന്നെ വരും. അത് രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അവരോടത്ത് ഭേദമോദിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ രാഷ്ട്രത്തിന് പല ഭാഗങ്ങളും നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ടാക്കണം. 146 കോടി ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായ ഇന്ത്യയിൽ ഇതുപോലുള്ള പ്രക്ഷോഭങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞാൽ ആ പ്രക്ഷോഭത്തിന് ശക്തമായി നേരിടേണ്ടി തന്നെ വരും. ആ നേരിടേണ്ടി വരുന്നത് രാജ്യത്തെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ അവരോട് വേറെ എന്തെങ്കിലും അവർ പ്രക്ഷോഭം നടത്തണമെന്ന് ഉറച്ചു വരുന്നവരാണ്. ഒരു ലക്ഷ്യത്തോടു കൂടി വരുന്നതാണ്. ആ ലക്ഷ്യത്തിന് പിന്നിൽ ഗൂഢ ഉദ്ദേശം ഉണ്ടാവും. അവർ ചർച്ചയ്ക്ക് പോലും തയ്യാറാകില്ല. കാരണം അവർക്ക് ഇന്നതാണ് ലക്ഷ്യം, അവിടെ ചർച്ചയല്ല വിഷയം, അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവരികയല്ല ലക്ഷ്യം. അവരുടെ ലക്ഷ്യം വേറെ ആയിരിക്കും. അങ്ങനെയുള്ളവരോട് നമ്മൾ നീതിയെന്നും ന്യായമെന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാജ്യത്തിന്റെ അഖണ്ഡത നമുക്ക് നിലനിർത്തണമെങ്കിൽ ശക്തമായ നടപടികൾ തന്നെ ഒരു രാജ്യത്തിന് എടുക്കേണ്ടി വരും. ആ ശക്തമായ നടപടികൾ എടുക്കുമ്പോൾ അവിടെ നമുക്ക് ജനാധിപത്യം അത് ഇത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു രാജ്യത്തെ നിലനിർത്തണമെങ്കിൽ ഏത് ജനാധിപത്യത്തിനായാലും ഒരു അതിരുണ്ട്. കാരണം ഏത് പോരാട്ടങ്ങൾക്ക് എല്ലാവർക്കും സമരം ചെയ്യുവാനുള്ള അവകാശമുണ്ട്, എല്ലാവർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശം, അതെല്ലാം സ്വാഭാവികമാണ്. പക്ഷെ ആയുധങ്ങൾ എടുത്ത് തെരുവിലിറങ്ങിയാലോ കലാപങ്ങൾ ഉണ്ടാക്കാൻ വയ്യ. അതിനെ അടിച്ചമർത്തി തന്നെ മുന്നോട്ട് പോയാലേ രാജ്യത്തിന് നിലനിൽക്കാം. അതുകൊണ്ട് ഇപ്പോൾ ലഡാക്കിൽ നടന്ന സംഭവങ്ങൾ ഉടൻ തന്നെ ആക്ഷൻ എടുക്കുകയും അത്രയും കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്ര പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലമാണ് ലഡാക്ക്. അതുകൊണ്ട് ഉടനടി തന്നെ ആഭ്യന്തര മന്ത്രി അതിനെ നടപടിയെടുക്കുകയും അതിശക്തമായ നടപടിയെടുത്ത് ലഡാക്കിലെ പ്രക്ഷോഭത്തെ തന്നെ എന്തു ചെയ്തു? നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുവന്നു. അപ്പൊ അത് അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. നമ്മുടെ വളർച്ച കണ്ട് ഇവിടെ എന്തെങ്കിലും ഇട്ട് തകർക്കാമെന്നുള്ള പല വ്യാപകത്തോട് പല രാജ്യങ്ങളുമുണ്ട്. നടക്കില്ല. ഇത് ഭാരതമാണ്. ഭാരതത്തിന്റെ മണ്ണിൽ ഇതൊന്നും നടക്കില്ല. ഇനി ഈ പരിപ്പുകളൊന്നും വില പോകില്ല. അതങ്ങ് വാങ്ങി വെച്ചാൽ മതി.